ആഴ്ചകൾ നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്ക് ഒടുവിൽ ഗസ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചതായി ഹമാസ് വ്യക്തമാക്കി. 14 മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് വെടിനിർത്തൽ ഉടമ്പടി ഉടൻ നിലവിൽ വരുമെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഉദ്യോഗസ്ഥനായ ബസ്സാം നഈം പറഞ്ഞു. വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗസ ഭരണം സംബന്ധിച്ച് ഫതഹുമായി ഹമാസ് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട്. ഗസ ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണ്. എന്നാൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കില്ല. അധിനിവേശം ഏത് വിധേനയും ചെറുക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടെന്നും നഈം കൂട്ടിച്ചേർത്തു. ശാശ്വത വെടിനിർത്തൽ, ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റം, പലായനം ചെയ്ത ഗസക്കാരെ തിരിച്ചുവരാൻ അനുവദിക്കുക തുടങ്ങി ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച സുപ്രധാന ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കും. എന്നാൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറേണ്ടതിന്റെ സമയക്രമത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ബെന്യാമിൻ നെതന്യാഹുവുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വച്ചത്.